1947 ഇന്ത്യക്ക് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. അത് ആരെഴുതും? അതിനെന്നാ? അത് തുടരുകയല്ലേ? അതിന് സംശയം എന്നാ? ഓരോരുത്തർക്കും ഓരോരുത്തർ സ്വാതന്ത്ര്യം ഉണ്ട്, അത് എഴുതും. കോട്ടയത്തിന്റെ പുറത്തല്ല ഈ വിവാദം ഒക്കെ ഉണ്ടാക്കുന്നത് ആരാന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങളുടെ MLA ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഞങ്ങൾ ഒരു തീരുമാനം എടുത്താൽ മുഴുവൻ ആൾക്കും ഒരുമിച്ചുണ്ടാവും. ആത്മവിശ്വാസം കേരള കോൺഗ്രസിന് MN ഉണ്ട്, നേതൃത്വമുണ്ട്, എനിക്കും ഉണ്ട്. UDF-ന്റെ ഒരു ആത്മവിശ്വാസ കുറവുണ്ട്, ഭരണം കിട്ടുകയില്ലെന്ന്. അപ്പൊ അതിന്റെ കൂടെ എല്ലാരും പിന്നാലെ പോയി. ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പൊ നമുക്കറിയാം. നമുക്ക് പാലക്കാടത്തെ കേസുണ്ട്, ശബരിമലയുടെ കേസുണ്ട്. അപ്പോൾ പുതിയൊരു കഥാനായകനെ കിട്ടണം, അപ്പൊ രാഷ്ട്രീയം തിരിച്ചുവിടണം, അതൊക്കെ കാണും. അത് ചർച്ചയ്ക്ക് വരുമല്ലോ എന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. നിങ്ങളല്ല ചർച്ചയ്ക്ക് എടുക്കുന്നത്, ഞാനല്ലല്ലോ ചർച്ചയ്ക്ക് എടുക്കുന്നത്, മാധ്യമങ്ങളല്ല ചർച്ച എടുക്കുന്നത്. ഇനിയിപ്പോ അതിനെപ്പറ്റി വീണ്ടും ചർച്ച വേണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പല വിസ്മയങ്ങളും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്നാണ്. അങ്ങനെ ഉണ്ടാകുന്ന പ്രതീക്ഷിക്കാം. അല്ല, അതിപ്പോ നിങ്ങൾ ആ വിസ്മയം എന്ന് പറഞ്ഞ കേരള കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെയാ അത് കൂട്ടി വായിച്ചു? JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, അതോടൊപ്പം ഭിന്നശേഷി കമ്മീഷൻ, അതിലൊക്കെ സഭയ്ക്ക് ഒരു അതൃപ്തിയുണ്ട്. അത് കേരള കോൺഗ്രസ് ഇങ്ങനെ സമ്മർദ്ദമായി വരുന്നുണ്ടോ സംഘടനകളുടെ ഭാഗത്തുനിന്ന്? ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നടപടികളില് അല്ല, ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുള്ള അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒത്തിരി ഇടപെട്ടിട്ടുള്ള കാര്യമാണ്. അത് പരിഹരിക്കേണ്ടതാണ്. തീർച്ചയായും അത് ജനകീയ വിഷയമാണ്. അത് സുപ്രീം കോടതിയിൽ കൃത്യമായി കേരള സർക്കാർ അവിടെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. NSSന് ലഭിച്ച അതേ രീതിയിൽ ഈ പറയുന്ന നിയമനം മറ്റുള്ള സംഘടനയ്ക്കും സിമിലർ ആയിട്ടുള്ള കോർപ്പറേറ്റ് മാനേജ്മെന്റിനും കൊടുക്കണമെന്ന് അവിടെ അഫിഡവിറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ കുറെ 100 പേര് ഇൻഡിവിജ്വൽ ആയിട്ട് അവിടെ SLP കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ട് കേസ് ഓരോരുത്തരും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ തരണം എന്ന് പറയുമ്പോൾ കോടതിയുടെ ഒരു അഭിപ്രായം പറഞ്ഞു. കോടതി പറഞ്ഞു നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം, പക്ഷെ കോടതിയെയും കൂടി അറിയിച്ച് ഞങ്ങളുടെ അനുവാദത്തോടു കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. കോടതിയെ അറിയിച്ചു, അഫിഡവിറ്റ് കൊടുത്തു. പക്ഷെ ആ കേസ് കോൾ ഫോർവേഡ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് നേരത്തെ തന്നെ അത് ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട്. അത് അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആവും. അതാണ് നിയമപരമായിട്ടൊരു വിഷയമാണ്. പക്ഷെ അത് എത്രയും പെട്ടെന്ന് അത് ഫോളോ അപ്പ് ചെയ്യണം. ഇന്നലെയും ബഹുമാനായ ലോ മിനിസ്റ്റർ ശ്രീ ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രി എന്നെ വിളിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്നെ അറിയിക്കുകയും ചെയ്തു. ഇതൊക്കെ കൃത്യമായി ഇതിനകത്ത് ഞങ്ങൾ ഇതെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് എവിടെയുണ്ടോ നിർണായകമാണ്. അത് തീർച്ചയായിട്ടും ഭരണം അവിടെ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടല്ലോ. അതെ, എന്തിനാണ് ഞങ്ങൾക്ക് ഇവിടെ ഭരണം കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാ UDF-ലേക്ക് കൂടുതൽ സീറ്റുകളൊക്കെ ചോദിക്കോ? കൂടുതൽ സീറ്റ് അതെ. അപ്പോൾ കൂടുതൽ സീറ്റുകൾ എങ്ങനെയാണ്, എന്ത് വേണമെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ ഈ നാളത്തെ ചർച്ച ചെയ്യൂലോ. അതിനകത്ത് ഞങ്ങൾ ആലോചിക്കും. അല്ല, ആ റിപ്പോർട്ട് ഈ പറഞ്ഞ റിപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ ഒരു സംവിധാനമൊന്നും വന്നില്ലല്ലോ. ഇടതുപക്ഷമായിട്ടുള്ള പല കാര്യങ്ങളും EWS 10% സംവരണത്തിന്റെ കാര്യത്തില്, വന്യമൃഗത്തിന്റെ ആ ഭേദഗതി ബില്ല് കേന്ദ്രത്തിന്റേതാണ്. പക്ഷെ നമുക്കത് എടുക്കാൻ കഴിഞ്ഞു, പട്ടയവുമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മുനമ്പവുമായ വിഷയത്തിൽ ഇടപെടുവാൻ കഴിഞ്ഞു. ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ അത് വേണ്ടതാണ്. അതിനകത്തുള്ള റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. UDF-ൽ ഉണ്ടായിരുന്ന സമയത്ത് താങ്കൾക്ക് രാജ്യസഭാ സീറ്റ് ലഭിച്ച കാര്യത്തിലടക്കം സോണിയാഗാന്ധി അനുകൂലമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ താങ്കളെ കാണണമെന്ന് ഇപ്പോൾ പറഞ്ഞാൽ പോയി കാണും. അങ്ങനെ ഒരാൾ എന്തിനാ ഈ പറഞ്ഞ് ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞ് അത് ഏതെങ്കിലും ഈ പറഞ്ഞ ദേശീയ തലത്തിലുള്ള ഒരു വിഷയമാണ് കാണും. ദേശീയ തലത്തില് ഉള്ള ഒരു വിഷയം SIR-ന്റെ വിഷയമാണ്. അവിടെ കാണുന്നത് ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലുള്ളതാണ്. കാണേണ്ടതാണ്, കാണും. ഡിപ്പെൻസ് അപ്പോൺ ദ സബ്ജക്ട്. ഈ പറഞ്ഞ നിലപാടുകളിലൊന്നും മാറ്റം ഉണ്ടാവില്ലല്ലോ. നിങ്ങൾക്കുണ്ടോ സംശയം? നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങളുടെ ചർച്ച ഉണ്ടാക്കിയാല് ചർച്ചയാവും, നിങ്ങൾ ചർച്ച ഉണ്ടാക്കിയാൽ ചർച്ചയാവൂല. മാധ്യമയുടെ കയ്യിലല്ല ഇരിക്കുന്നത്. അതെ, അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്.
പാലായിൽ മത്സരിക്കുമോ? ഇപ്പൊ നിലവിലുള്ള അല്ല, അത് മാധ്യമങ്ങൾ പറഞ്ഞു ഞാൻ ഇവിടെ മത്സരിക്കണം. ഞങ്ങൾ പാലായിൽ പറഞ്ഞു കൊടുത്ത അല്ല, അവരുടെ ഘടകകക്ഷിയല്ലേ, ഇപ്പൊ കാണുന്നതിന്റെ കുഴപ്പം. നിലവിലുണ്ടായ എംഎൽഎമാരെല്ലാവർക്കും മത്സരിക്കും. അല്ല, നിലവിലുള്ള MLA-മാരും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സ്ഥാനാർത്ഥികളും ആരും മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ ഇനി ഒന്നുമില്ലല്ലോ. ഇനി വീണ്ടും സംശയമായിട്ട് വന്നേക്കുന്നത് അത് ചോദിച്ചില്ലല്ലോ. ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാതിരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല. ഇന്ന് രാവിലെ സംസാരിച്ചിരിക്കുന്നു, അദ്ദേഹം ഇവിടെ ഉണ്ട് താനും, കോട്ടയത്തുണ്ട് താനും. ഞങ്ങൾ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പുള്ളി സംസാരിക്കുന്ന മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ്. ഇതുകൂടെ വേണം. ഏതെങ്കിലും കാര്യത്തിൽ കമന്റുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചിട്ട് തന്നെയാണ്. മുന്നണി മാറ്റം തള്ളിക്കളയുകയാണ് ജോസ് കെ മാണി. ഇടതുമുന്നണിയോടൊപ്പം തന്നെ തുടരുമെന്ന് അദ്ദേഹം പറയുന്നു. ബൈബിൾ വാചകം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ജോസ് കെ മാണി ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ജോസ് കെ മാണി വിഷയത്തെക്കുറിച്ച് ഓർത്താരും കണ്ണീരൊഴുക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇടതുമുന്നണിക്കൊപ്പം ഉറപ്പിച്ച് മുന്നോട്ട് പോകുമെന്നും എവിടെയാണോ കേരള കോൺഗ്രസ് ഉള്ളത് അവിടെയാണ് ഭരണമുണ്ടാവുക എന്നും അങ്ങനെ ഒരു ഭരണ തുടർച്ചയിലേക്ക് ഇടതുപക്ഷം പോകുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കും എന്നുമാണ് ഇപ്പോൾ ജോസ് കെ മാണി പറയുന്നത്. നേരത്തെ മന്ത്രി റോഷി അഗസ്റ്റിനുമായി ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയുണ്ടോ എന്ന ചോദ്യത്തിന് താൻ പറഞ്ഞ കാര്യങ്ങൾ, താൻ പറയാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് റോഷി അഗസ്റ്റിൻ ഇതുവരെയും മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നും കൂടി ഉറപ്പിച്ചു പറയുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ തൻ്റെ വാചകങ്ങളിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു. പാലായിൽ താൻ തന്നെ മത്സരിക്കും എന്നുള്ളതായിരുന്നു ആ ചോദ്യത്തിന് ആര് മത്സരിക്കണം പാലായിൽ എന്ന മറുചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത്. അതേസമയം ഇടതുമുന്നണിയുമായി സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകും, ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഇല്ല എന്ന് ജോസ് കെ മാണി ഉറപ്പിച്ചു പറയുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. എന്നാൽ UDF-ലേക്ക് ജോസ് കെ മാണി പോകും എന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ്. അത്തരം ചർച്ചകളും കൂടിയാലോചനകളും നടക്കുന്നു എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് എല്ലാ മുന്നണി മാറ്റ സാധ്യതകളും ഇപ്പോൾ ജോസ് കെ മാണി തള്ളിക്കളയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.